പോസ്റ്റ് മാറ്റാൻ പോവുകയാണ്. പഴയതായി, ആളുകളെ തലയിൽ കൂടെ വീഴും. ഓ, എന്തൊരു ഭംഗിയാണ് അല്ലേ! ആ മൊട്ടക്കുന്നാണ് നല്ല രസം. ഇവിടെ എല്ലാം റോപ്പ് വേ വെച്ചാൽ മതിയല്ലോ. റോപ്പ് വേകളെല്ലാം ചെയ്യും. അതിനേലും അമ്മരത്തെല്ലാം പരിപാടി. രണ്ട് മലകൾ തമ്മിൽ ബന്ധിച്ചവന്മാർ പാലം ഗ്ലാസ് 5 വരെ ഉണ്ടാകും. നമ്മളെല്ലാം തുടങ്ങി അമ്മ പരിസ്ഥിതിക്കാർ കയ്യക്കാരും ജനാധിപത്യല്ലേ. വയനാട് തുടങ്ങാൻ വരെയില്ലേ? അടിച്ചു മാറ്റാനുള്ള പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നീട് വേറെ ആരെങ്കിലും വേണമെങ്കിൽ വെച്ചോളണം പറയാം. നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത് കാശ് മേടിക്കും. ചെറിയ ഫ്ലൈ ഓവർ കേട്ട എത്ര വർഷം നരയിപ്പിച്ചാണ്. എത്ര നേരെ കെട്ടി ഇവിടെ ഫ്ലൈ ഓവറില്ല, വളവും തിരിവും വന്നിട്ടില്ല. ഇവിടെയൊക്കെ ചാർജ് കയറും. യെസ്, എൺപത് കിലോമീറ്റർ ഓടിയെന്നാണ് നമ്മൾ ഇത് പറഞ്ഞത്. പക്ഷേ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി? 40 പോലും ഓടിയില്ല. 41 കിലോമീറ്റർ ഓടി. എല്ലാം പോസ്റ്റ് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അത് തുരുമ്പെടുത്ത് പോകാറായി. പുള്ളി ഫോൺ വെച്ച് കളിക്കും. ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം എവിടെ കിട്ടിയത് ഇത് എല്ലാ ഏരിയയിലും കിട്ടത്തില്ല. മരത്തിൻ്റെ കൂടെ പൊടിച്ചോണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ കിട്ടും. ഇതിപ്പോൾ എനിക്കിതിൽ കിട്ടി. അയാൾ മോട്ടോർ സൈക്കിൾ അവിടെ നിർത്തിയിരിക്കുന്നതാണ് ഫോൺ ചെയ്യാൻ വേണ്ടിയാണ്. അയാൾ അവിടെ നിർത്തി നിന്ന് ഫോണൊക്കെ ശരിയാകും. ചിലപ്പോൾ എല്ലാം അറിയുന്നതിങ്ങനെ താണ്ടി വിളിക്കും. എന്താ അറിയാൻ? എൻ്റെ ഫോൺ ഞാൻ അവിടെ കൊണ്ടുവച്ചു. മറ്റേ നടക്കുന്നുണ്ടല്ലോ. ഓ, അതാണ് ഇപ്പോൾ കാണുന്നത്. വണ്ടിയുടെ മുകളിലായിട്ട് പറ്റുന്ന ഫോൺ നോക്കൂ. അവിടെ ഉണ്ടോ? അന്നേ അവിടെ ബാക്കിൽ നിന്നപ്പോഴേ അകത്തായിട്ട് പിടിച്ച നിർത്ത്. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്ത്. ഫോൺ കാണുന്നില്ല. ഒന്ന് ബെല്ലടിക്ക്. ഇപ്പോൾ ഇതുണ്ടോ? എൻ്റെ പോക്കറ്റിൽ കാണുന്നില്ല. നോക്കാം, നേരെ നോക്കാം. അണ്ണൻ പുറത്തെന്തായാലും കൊണ്ട് വയ്ക്കില്ല. അവിടെ കൊണ്ടുവയ്ക്കുന്നത് ഡിക്കി തുറന്നിട്ട് അവിടെ നമ്മൾ പഴമൊക്കെ എടുത്തില്ലായിരുന്നു. അന്നേരത്തേ ഉള്ളൂ. നല്ല വെളിയിൽ ഇവിടെ അതാണ്. അപ്പോൾ അവിടെ വെച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ വെച്ച് വേണം. ഉണ്ട്. എങ്ങനെ ഉണ്ട് മറതിയുടെ ലെവല്? എങ്ങനെ ഉണ്ട്? വെട്ടിടട്ടെ. അതാണ് PD ആക്ടിങ്.
ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ, പഴം തിന്നാൻ വേണ്ടിയേ. ഭദ്രമായിട്ട് വെച്ച് പഴം അടച്ചു എന്നിട്ട് അടച്ചിട്ടൊക്കെ പോകുന്നു. ജിയോ ഒരു ടൗൺഷിപ്പ് കാണുന്നു. ജിയോ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. ജിയോ വീണ്ടും പോയത്. ആ ഇപ്പോൾ എയർടെല്ലുണ്ട് കേട്ടോ. എയർടെല്ലുണ്ട്. എനിക്ക് മെസ്സേജൊക്കെ വരുന്നു. ഓണിയെ വിളിച്ചു നോക്കാം. കഴിഞ്ഞ തവണ നമ്മളെ സഹയാത്രിയാണ് അമ്പിയിലൊക്കെ പോയ അവൻ്റെ ശിഷ്യം കടകം. എൻ്റെ സ്റ്റുഡൻ്റാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എവിടെയാണ്? നമ്മുടെ ചാർജിങ് സ്ഥലത്താണ് ഫുഡ്. അത് റെസ്റ്റോറൻ്റാണ്. കുറ്റിക്കാനത്താണ് ഫുഡ്. അന്നിലെ ഇടയ്ക്ക് പഴം തന്നു. അത് കഴിഞ്ഞിട്ടാണ് പരുന്തുംപാറ പോണ അതിന് മുമ്പാണ്. പരുന്തുംപാറയാണ് ഇപ്പോൾ പോകുന്നത്. ഇനി പരുന്തുംപാറയാണ് ശരിക്കും. പരുന്തുംപാറ കഴിഞ്ഞ വണ്ടിപ്പരിയാർ വരും അല്ലേ? അല്ലല്ല, വണ്ടിപ്പെരിയാർ എന്നിട്ടല്ലേ. ഫേസ്ബുക്ക് റൂട്ട് മാപ്പ് അടിച്ചു നോക്കി. ഗൂഗിളൊന്നും കിട്ടുന്നില്ലെന്ന്. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചായ കൊടുക്കണ്ടെന്നുള്ള ആ മനോഭാവത്തിന്റെ ബാക്കി പത്രമാണ്. ചായക്കല്ലെങ്കിൽ അവിടെ കൊടുക്കാം. ഒരു 50 രൂപ ചായക്ക് ചാർജ് വെച്ചോ, എന്നാലും കുഴപ്പമില്ല അല്ലേ? ആവശ്യമുള്ള സംഗതിയില്ല. ഓ, എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതല്ലല്ലോ. നിനക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല. ചായയൊക്കെ പലയിടത്ത് സ്ഥലങ്ങളിലും ചായ ഒന്നും അവർ കേട്ടിട്ട് പോലുമില്ല. കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. മനുഷ്യരെന്ന് പറയുമ്പോൾ ചായ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ അവിടെ ഒരു സേഫും അല്ല. നമ്മുടെ അവിടെ ഈ ടൂറിന് വരുന്ന പാർട്ടികളെ രാവിലെ എണീറ്റിട്ട് ബഹളമാണ് ചായ കുടിച്ച് വെക്കോളന്ന്. പല ഹോട്ടലുകളിലും ഇല്ല ചായ. നോർത്തിലൊക്കെ ഹോട്ടലുകളിലൊന്നും ചായയൊന്നുമില്ല. ഇവിടെ മൊത്തം ചാർജ് കയറിയാണേ. കയറട്ടെ അങ്ങനെ കയറട്ടെ. നമുക്ക് കയറിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അടുത്ത ഒരു 50 കിലോമീറ്ററിൽ അല്ല 221 കിടക്കുന്നത്. അത് അതിൻ്റെ ആ ഗുണമുണ്ട്. അത്രയും കുറച്ച് കയറിയാൽ മതിയല്ലോ സമയം. ഇപ്പം 224 കൂടി വേണ്ട. അതാണ് ചാർജിങ്. 1 കിലോമീറ്റർ നമുക്ക് വെറുതെ കിട്ടി. ഈ കണക്കിനാണ് 25 ആവും കേട്ടോ. 1 കിലോമീറ്ററോടെ അങ്ങ് ഇറങ്ങി പോവുകയാണെങ്കിൽ 25 ആവും. അത് കൊള്ളാം. അത് വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ്. കിലോമീറ്റർ ഇങ്ങോട്ട് കിട്ടുന്നത്. ഇവിടെ റോഡ് നന്നായിട്ട് പണിതിരിക്കുന്നത് അല്ലേ? സ്മൂത്ത്. കിട്ടും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. 225 കിട്ടും. തീർന്നു. മോഷണം പിടിക്കുന്നതിനുള്ള. അതെ ആനക്കൊമ്പ് പിടിക്കാൻ 2 കിലോമീറ്റർ അവൻ തന്നെ ആയിരിക്കും പിടിക്കുന്നത്. ആനക്കൊമ്പ് കൊണ്ടുപോകണം. പുലി നിൽക്കുന്നു. പടമാണെന്നേ ഉള്ളൂ. 2 കിലോമീറ്റർ സേവ് ചെയ്തേട്ടാ. പുലി ചാടി കയറും. കയറട്ടെ വരട്ടെന്നേ. അമ്മ പുലിയെ കാണണ്ട. തലയിൽ എൻ്റെ കണ്ണിലൊക്കെ തൊടണ്ടേ. അവിടെയൊക്കെ വീട് കൊണ്ടുപോയിക്കുന്ന ആൾ ഇഷ്ടം പോലെ
പുലി. അയ്യോ